الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله في الهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أيشركون ما لا يخلق شيئا وهم يخلقون റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേണ്ടുക ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഈ ലോക ജീവിതത്തെ കുറിച്ച്, അതിന്റെ നൈമിഷികതകളെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യർ ഇവിടെ തന്നെ ശാശ്വതമായി നിൽക്കുമെന്നും തന്റെ കച്ചവടവും തന്റെ ഉദ്യോഗവും തന്റെ വീടും അതുപോലുള്ള ഭൗതികമായ കാര്യങ്ങളെല്ലാം തനിക്ക് നിത്യമായി അനുഭവിക്കാൻ കഴിയും എന്ന് പറയുന്നില്ലെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലപാട് നോക്കിയാൽ അങ്ങനെയാണ് തോന്നുക. കുറെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ പലതും ദുനിയാവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. പ്രായം കൂടുമ്പോഴും താൻ ഇപ്പോഴൊന്നും മരണപ്പെടുകയില്ല എന്ന ഒരു തോന്നിച്ചയാണ് ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിനോട് കെട്ടിക്കിടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ മനുഷ്യനുണ്ടാകുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. സമ്പത്തും സ്ത്രീയും ഈ സമൂഹത്തിന്റെ വലിയ പരീക്ഷണമാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവര് ദുനിയാവിനെ തിരഞ്ഞെടുക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനുഷ്യന് കൃത്യമായി പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് പക്ഷേ അവര് ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു, ദുനിയാവിന് പ്രാധാന്യം നൽകുന്നു. ആഖിറത്ത് എന്ന് പറയുന്നത്, മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അതാണ് ഉത്തമമായി ഉള്ളത് എന്ന്. ഇതൊക്കെയാണെങ്കിലും മനുഷ്യന്റെ സ്ഥിതി ദുനിയാവിനോട് ഏറ്റവും പ്രിയപ്പെട്ട, അതിനെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം സന്തതിക്ക് സ്വർണത്തിൽ നിന്നുള്ള ഒരു താഴ്വര കൊടുത്താൽ അവൻ അടുത്ത താഴ്വരയെ കുറിച്ചു. എനിക്ക് കിട്ടിയത് ഒരു സ്വർണത്തിന്റെ താഴ്വരയാണല്ലോ,
ഇത് അനുഭവിച്ചാൽ തീരാത്ത അത്ര എനിക്ക് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ എന്നല്ല ചിന്തിക്കുക. രണ്ടാമതാണ് വാദിയ, രണ്ടാമതൊരു താഴ്വര എങ്ങനെ തന്റേതാക്കാം എന്നിടത്താണ് മനുഷ്യന്റെ ചിന്ത ഉണ്ടാവുക. വായിലേക്ക് മണ്ണ് വരുമ്പോൾ മാത്രമേ അവന്റെ ത്വര അവസാനിക്കുകയുള്ളൂ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത, റബ്ബിന് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു ജീവിതമാണ് ഞാൻ നയിക്കേണ്ടത് എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായ ഉദ്ബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളോട് മൊത്തം യാത്രാ സംഘങ്ങളെ അയച്ചും ആളുകളെ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചും രാജാക്കന്മാർക്കടക്കം കത്തുകൾ അയച്ചും നിങ്ങളിത് സ്വീകരിച്ചോളൂ, ഇസ്ലാം മതം സ്വീകരിച്ചോളൂ, അല്ലെ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നൊക്കെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ തൽക്കാലം അണികൾക്കുള്ള ക്ലാസും കാര്യവും അവിടെ നിൽക്കട്ടെ എന്ന് ഒരിക്കലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിരുന്നില്ല. കാരണം വിശ്വാസികളെ നിരന്തരമായി ഉത്ബോധിപ്പിക്കണമെന്നത് ഖുർആനിന്റെ തന്നെ കൃത്യമായ കൽപ്പനയാണ്. തീർച്ചയായും ദിക്ർ എന്ന് പറയുന്നത്, ഉത്ബോധനം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടും. അവർക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചത്തെ ഖുതുബകളിൽ നാം ചിന്തിച്ചു നോക്കും, നിരന്തരമായി 3 ആയത്തുകൾ. ഈ 3 ആയത്തുകൾ ഓതാത്ത ഒരൊറ്റ ഖുതുബയുമില്ല. എന്താ കാര്യം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയുടെ തുടക്കത്തിൽ ആ 3 ആയത്തുകൾ ഓതിയിരുന്നു. തഖ്വയെ കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടുന്ന കാര്യം വെള്ളിയാഴ്ച ഒത്തുചേരുന്ന ജനങ്ങളെ നിർബന്ധമായും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അത് ഇസ്ലാമിന്റെ ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതം എല്ലാ സന്ദർഭത്തിലും റബ്ബിനോട് ബന്ധിപ്പിച്ചതാക്കാൻ എന്തുണ്ട് മാർഗം? അതിനുള്ള മാർഗമാണ് ദിക്റുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന ഒരു അവസ്ഥ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കുക എന്നതാണ്. റബ്ബുമായുള്ള കയർ വിടാതെ പിടികൂടുവാൻ, അങ്ങനെ ഉറച്ചു നിൽക്കുവാൻ, മരണം വരെയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ നമുക്കുള്ള മാർഗം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് ദിക്റുകളെ കൊണ്ടുള്ള സുരക്ഷ നൽകിയിട്ടുള്ളത്. രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭം കണ്ണ് തുറന്ന് ഞാനിവിടെ എഴുന്നേൽക്കാൻ പോവുകയാണ് എന്ന ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞുകൊള്ളണം അൽഹംദുലില്ലാഹ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ അൽഹംദുലില്ലാഹ്. കാരണം എന്താണ്? ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും രണ്ടാമതൊരു അവസ്ഥയിലേക്ക് ഞാനിതാ പ്രവേശിക്കാൻ പോകുന്നു. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ച റബ്ബിന് അല്ലാഹുവിന് സ്തുതി. വഇലൈഹി നുശൂർ. അവന്റെ അടുത്തേക്ക് തന്നെയാണ് മടക്കം. കണ്ണ് തുറക്കാത്ത ഒരു അവസ്ഥ എനിക്ക് വരും. ചിലർ മരണപ്പെടുക, രാത്രി മുട്ടി വിളിച്ചു, കേൾക്കുന്നില്ല, ഇളക്കി നോക്കി, അനങ്ങുന്നില്ല, അപ്പോഴാണ് ഒരു വലിയ ശബ്ദം, മരണപ്പെട്ടു എന്ന് തിരിച്ചറിയും. അങ്ങനെയുള്ള മരണങ്ങൾ ധാരാളം നമ്മുടെ അനുഭവത്തിലും കേൾവിയിലുമൊക്കെ ഉണ്ടാകും. അങ്ങനെയാകാം മനുഷ്യന്റെ മരണം. അപ്പോൾ മരണത്തിൽ തന്നെ ആകാം നമ്മുടെ ആ ഉറക്കത്തിൽ തന്നെ തുടർച്ചയായ ആ ഒരു മരണത്തിന്റെ അവസ്ഥയിലേക്ക് പോയേക്കാം. ഏതായിരുന്നാലും റബ്ബേ, ഞാൻ എഴുന്നേറ്റ ഉടനെ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു, എനിക്ക് നീ ഒരു ദിവസവും കൂടി ഒരു പകൽ കൂടി തന്നു. ഞാനൊരു കാര്യം സമ്മതിച്ചിട്ടാണ് എന്റെ ജീവിതം തുടങ്ങുന്നത്. ഇലയിൽ ദുഷു നിന്റെ അടുത്തേക്ക് തിരിച്ചു വരിക. നിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരും. റബ്ബിന്റെ അടുത്തേക്കുള്ള തിരിച്ചുപോക്കിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. ഈ ദിക്ർ ശരിക്കും മനസ്സറിഞ്ഞ് രാവിലെ ചൊല്ലിയാൽ ആ ദിവസം തന്നെ മാറൂലേ. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. റബ്ബേ, നിനക്ക് സ്തുതി. മരണത്തിന് ശേഷം വീണ്ടും എന്നെ ജീവിപ്പിച്ച നിനക്ക് സ്തുതി. വഇലൈഹി നുശൂർ. അവന്റെ അടുത്തേക്ക് തന്നെയാണ് തിരിച്ചുപോക്ക്. ശാശ്വതമായ മടക്കം റബ്ബിന്റെ അടുത്തേക്ക് തന്നെ. എല്ലാ ദിവസവും നമ്മൾ പരലോകത്തെ കുറിച്ച് സ്വയം ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം രാവിലെ തുടങ്ങേണ്ടത്. ദിക്ർ അവിടെയാണ്. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് നാം ഉറങ്ങുന്ന സന്ദർഭത്തിൽ നടന്നിട്ടുള്ള ശരീരത്തിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള പ്രക്രിയകൾ.
നമ്മുടെ ഭക്ഷണവും നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അംശങ്ങളും അതിന്റെ ശരിയായ രൂപത്തിലുള്ള അതിന്റെ ദഹനം നടന്നു കഴിഞ്ഞു. നാം കുടിച്ച വെള്ളം, നമ്മൾ കഴിച്ച ഭക്ഷണം എല്ലാം റെഡിയായി. അതിൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ വൃക്ക, കിഡ്നി പ്രവർത്തിച്ചിരുന്നു, നമ്മുടെ ആമാശയം പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് എഴുന്നേറ്റ ഉടനെ ആരോഗ്യവാനായ ആരോഗ്യവതിയായ ഒരു മനുഷ്യൻ നേരെ ബാത്റൂമിലേക്ക് പോകും. എന്താ കാര്യം? മഹത്തായ ഒരു അനുഗ്രഹമാണ് മൂത്രമൊഴിച്ചു പോവുക എന്നത്. നമ്മുടെ ശരീരത്തിലെ വിസർജ്യ വസ്തുക്കളുടെ വലിയ ഒരു ശുദ്ധീകരണം നടക്കുന്നത് കിഡ്നിയിലാണ്. അവിടെ വെള്ളം ശുദ്ധീകരിച്ച് മൂത്രാശയ സഞ്ചിയിൽ ആ മൂത്രം കെട്ടി നിൽക്കുകയാണ്. ആ കെട്ടി നിൽക്കുന്ന മൂത്രത്തെ ഒഴിവാക്കണം. നോക്കൂ, ഒരു കിഡ്നിയുടെ അസുഖം വന്നാൽ നമുക്ക് നീര് വെക്കും, ശരീരമാകെ ഒരു തടിച്ച അവസ്ഥയിലേക്ക് വരും. ഒരു തുള്ളി മൂത്രമൊഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആയിരങ്ങൾ, പ്രത്യേകമായ യൂറോളജിയിൽ മാത്രം ആയിരങ്ങളാണ് ഓരോ സംസ്ഥാനത്തും മൂത്രമൊഴിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊരവസ്ഥയിൽ കഴിയുന്നത്. അപ്പോൾ അതെത്ര വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നാം നന്ദി ചെയ്യേണ്ടത്. ആ അനുഗ്രഹമാകുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ആ അനുഗ്രഹത്തെ നൽകിയ റബ്ബ് പറഞ്ഞത്. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാലും തന്നെ വെക്കണം. നമുക്ക് നിർബന്ധമാണ്. ഈ മഹത്തായ അനുഗ്രഹം എനിക്ക് നൽകിയ റബ്ബ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി നൽകിയത് ഇടതുകാല് വെച്ച് അങ്ങോട്ട് പ്രവേശിക്കണമെന്നാണ്. ബാത്റൂമിൽ ചെരുപ്പ് ധരിക്കണമെന്നാണ്. ചെറിയ കാര്യമല്ല. ബാത്റൂമിൽ ചെരുപ്പ് ധരിക്കണമെന്നത് വഹയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി നൽകിയതാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ അതും വഹയാണ്. ഖിബലക്ക് അഭിമുഖമായിരിക്കാൻ പാടില്ല. ഇങ്ങനെ ബാത്റൂമുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ, പുറത്തേക്ക് വരുമ്പോൾ വലതുകാല് വെക്കണമെന്നും എന്ന് പറയണമെന്നും ഈ ദിക്ർ എപ്പോൾ ഓർമ്മ വരും? നമ്മൾ അനുഭവിച്ചിരിക്കുന്ന മലവും മൂത്രവും കൃത്യമായി നമ്മുടെ ശരീരത്തിന് പുറത്തു പോവുക വഴി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും ചെറുതല്ല. അത്തരം ഒരു അവസ്ഥയിൽ ഇതൊരു റബ്ബ് നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ എന്ന് അല്ലാഹുവേ, ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന ദുആയോടെയാണ് അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്. ഇടതുകാല് വെച്ചുകൊണ്ടാണ്, ചെരുപ്പ് ധരിച്ചുകൊണ്ടാണ്. ആ ബാത്റൂം എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിയാണ്, അത്രയും വൃത്തി. അവിടെ കിടന്നുറങ്ങാൻ പറ്റും, അത്രയും വൃത്തിയുണ്ട്. അതുകൊണ്ട് ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ബാത്റൂമിൽ ചെരുപ്പ് ഉപയോഗിക്കുക എന്നത് ഹദീസാണ്, അത് സുന്നത്താണ്. എത്ര വൃത്തിയുള്ളതാണെങ്കിലും അവിടെ ചെരുപ്പ് ധരിക്കൽ പ്രത്യേകം സുന്നത്താകുന്നു. അപ്പൊ നമുക്ക് എത്രയേ ചെയ്യാനുള്ളൂ. അനുഗ്രഹം റബ്ബിന്റേതാണ്. ആ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് എങ്ങനെ നന്ദി ചെയ്യാനാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുപോലെ നമ്മൾ ആ കാര്യം നിറവേറ്റുക എന്നതാണ്. അതേപോലെ ജീവിതത്തിൽ ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും രാവിലെ സന്ദർഭത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ പറഞ്ഞു, വൈകുന്നേരം ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ പറഞ്ഞു. ഇതേ കാര്യം പിശാചിൽ നിന്നുള്ള ശർറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒഴിവാക്കി തരും. പ്രധാനപ്പെട്ട ഒരു പതിവ് അതാണ് ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് വ്യക്തമാക്കിയെന്ന് മാത്രം. ജീവിതം മുഴുവൻ ദിക്റുകളിൽ ബന്ധിതമാവുക ബോധപൂർവം. അപ്പൊ ഏതൊരു വിഷയത്തിലേക്ക്, അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായ ദിക്ർ, അങ്ങാടിയിലേക്ക് ഒരു ദിക്ർ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാലെടുത്ത് വെച്ച് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ ഹ്ദിയാൻ വബർഹിക എന്ന് പറഞ്ഞ് മഹാനായ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, അങ്ങനെ കുറച്ച് മര്യാദകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ട്. അവിടെ വലതുകാല കക്കൂസിലേക്ക് കയറുമ്പോഴല്ല പള്ളിയിലേക്ക് കയറേണ്ടത്. അല്പം ഒരു ശ്രദ്ധ വേണം. ഇതെന്റെ വീടല്ല, ഇതെന്റെ ബിസിനസ് സ്ഥാപനമല്ല, ഇത് ഓഫീസല്ല, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭവനമാണ്, കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭവനമാണ് പള്ളി. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഇനി പള്ളിയിൽ നിന്ന് ജുമ കഴിഞ്ഞാലോ, കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിക്കുക. നിങ്ങൾ ജുമ കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ തന്നെ ഇരിക്കണമെന്നില്ല, വ്യാപിച്ചോളുക. അല്ല പറയാണ്, നിങ്ങൾ കൂടുതൽ കൂടുതലായി അല്ലാഹുവിനെ ഓർത്തോൻ.
ദിക്റിലേക്ക് ക്ഷണിച്ചാൽ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ക്ഷണിച്ചാൽ ദിക്റില്ല, അള്ളാഹുവിന്റെ ആ ദിക്റിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ട് പള്ളിയിലേക്ക് വരണം. പള്ളിയിൽ ജുമയും കാര്യമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപിച്ചോ, അള്ള നിങ്ങൾക്ക് നിശ്ചയിച്ച ഫദ്ലിനൊക്കെ നിങ്ങൾ വാരിയെടുത്തോ, അതെല്ലാം അനുഭവിച്ചോ. പക്ഷെ അവിടെ പള്ളിയിൽ വെച്ച് വ്യഭിചാരമുണ്ടാകാൻ സാധ്യത കുറവാണ്, കണ്ണ് തെറ്റാൻ സാധ്യത കുറവാണ്, മനസ്സ് തെറ്റാൻ സാധ്യത കുറവാണ്, പുറത്തേക്കിറങ്ങിയാൽ സാധ്യത കൂടും. അതുകൊണ്ട് കൂടുതലായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. അതുകൊണ്ട് ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തുടങ്ങിയ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ കൈകൊണ്ട് എണ്ണം പിടിച്ച് ചൊല്ലൽ പ്രധാനമാണ്. അത് മാത്രമല്ല, ദിക്റിന്റെ സത്ത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദിക്റിനാൽ ബന്ധിതമാണെങ്കിൽ തെറ്റുകളിൽ നിന്ന് മുക്തമാക്കാൻ നീ നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ ഓർക്കുക. വിനയത്തോടുകൂടി ഭയത്തോടുകൂടി ഉച്ചത്തിലാക്കേണ്ടതില്ല, വലിയ ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കേണ്ടതില്ല, എന്നാൽ ദിക്ർ ചൊല്ലുകയും വേണം. നീ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. നോക്കൂ, ദിക്റിനെ കുറിച്ച് പറഞ്ഞ ആയത്തിന്റെ അവസാനം എങ്ങനെയാ? നീ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഒഴിവാകുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യൂ. എങ്ങനെ ഒരാളെ പറ്റിക്കുക? നമുക്കറിയാം അന്യായ ചെയ്യുന്നത്. അയാളെ പറ്റിക്കാൻ പടച്ചോനെ പറ്റിയുള്ള സ്മരണ വിട്ടു. ഇത് പടച്ചോൻ കാണും, പടച്ചോനറിയും, ഇത് പരലോകത്ത് വിചാരണയ്ക്ക് വരും. അങ്ങനെ ഒരു ചിന്ത വന്നാൽ ഒരാളെ പറ്റിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത വന്നാൽ മറ്റൊരുത്തന്റെ ഭാര്യനെ നോക്കാൻ പറ്റുമോ? മറ്റൊരുത്തന്റെ ഭർത്താവിനെ, മറ്റൊരുത്തിയുടെ ഭർത്താവിനെ ആഗ്രഹിക്കാൻ പറ്റുമോ? ആ വ്യഭിചാരത്തിന്റെ ചിന്ത എപ്പോഴാ വന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധ വന്നു. അതുകൊണ്ടാണ് അത്തരം അശ്രദ്ധ ഉണ്ടാകുന്ന സ്ഥലത്ത് പോവുകയും ചെയ്യരുത്. ഒരു അന്യപെണ്ണും ഒരു അന്യ പുരുഷനും ഒരിടത്ത് ഒറ്റക്കാകരുത്. ഒന്നാമതായി പിശാച് ഉണ്ടാകും. അപ്പൊ പിശാച് ഉണ്ടാകുന്ന അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ അങ്ങനെ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അതാണ് ആ വിഷയത്തിലെ തത്വ, അതാണ് അവിടെയുള്ള ദിക്റുള്ള. അഥവാ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏക മാർഗം എല്ലാ വിഷയത്തിലും ദിക്റുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അതുകൊണ്ട് എല്ലാ വിശ്വാസിനികളും നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ പഠിക്കണം. മദ്രസയിലൊക്കെ പഠിച്ചതുപോലെ ആ ദിക്റിന്റെ സ്വഹീഹായ ദിക്റുകൾ ക്രോഡീകരിച്ച പുസ്തകമൊക്കെ ഒന്ന് വാങ്ങി പഠിച്ച് ആദ്യമൊക്കെ നമ്മൾ നോക്കി ചൊല്ലേണ്ടി വരും. രാവിലെ അല്പസമയത്ത് ആ കസേരയിൽ മാറി നിന്നിട്ട് ആ ദിക്റിന്റെ കിതാബ് നോക്കി അറബിയിൽ എങ്ങനെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 5-6 മാസം കൊണ്ട് ചൊല്ലിയാൽ പിന്നെ അറിയാതെ വന്നോളൂ. അതുകൊണ്ട് അത് നമ്മൾ താമസിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട ദിക്റുകളും ദുആകളും, നമ്മൾ മരിച്ചിട്ട് ഏതായാലും ദിക്റെല്ലാം പറ്റില്ലല്ലോ. മരിക്കും മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ മരിക്കും മുമ്പ് തന്നെ ചെയ്യണം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇത്തരം ഒരു അവസ്ഥ വന്നാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് സ്വഹാബി നമസ്കാരം കഴിഞ്ഞ ഉടനെ അപ്പത്തന്നെ എഴുന്നേൽക്കാൻ പാടില്ലാണ്ട് ഇസ്ലാമിന്റെ നിയമമാണ്. ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞു. സലാം വിട്ടിട്ട് എഴുന്നേൽക്കരുത്. അങ്ങനെ പോകേണ്ട അവസ്ഥകൾ വരും. ഒരു ട്രെയിൻ അവിടെ കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ ഉമ്മ ഐസിയുലാണ്. അങ്ങനെ നിർണായകമായ ഘട്ടങ്ങളിൽ എഴുന്നേൽക്കരുത്. സ്വാഭാവികമായും നമസ്കരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യം اللهم انت السلام ومنك السلام تبارك يا الجلال والاكرام الجد منك الجد. ഇത് പറഞ്ഞിട്ട് ഇമാം പോലും എഴുന്നേൽക്കാൻ പാടില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ ജൽജത്ത് പറയുന്നത് വരെ അവിടെ എഴുന്നേൽക്കും. പുറത്തു പോകാനല്ല, വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കും. ആ മാറിയിരിക്കുന്നിടത്ത് വെച്ച് ബാക്കി ദിക്റുകളും ദുആകളും റസൂലുള്ളാഹി. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് അൽ അഫ്ളൽ. ഇമാമിന് ഏറ്റവും അഫ്ളൽ അവിടുന്ന് എഴുന്നേൽക്കലാണ്. എന്നിട്ട് പുറത്തു പോകാൻ നമ്മൾ വ്യാഖ്യാനിക്കരുത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എവിടേക്കാണോ ഇമാം മാറിയിരിക്കുന്നത് അവിടെ വെച്ച് ഇമാം ദിക്റുകളും ദുആകളും നടത്തണം. അപ്പൊ നമസ്കാരത്തിന് ശേഷം എല്ലാവരും ദിക്റും ദുആയും നിർവഹിക്കണം. ഒരാൾ ദുആ ചെയ്ത് ബാക്കിയുള്ളവർ ആമീൻ പറയുന്ന ഒരു ലൈഫായ ഹദീസ് പോലും,
ഒരു ലൈഫായ ഹദീസ് പോലും ഇല്ല. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആകെയുള്ളത് എന്താ? ഇസ്ലാമിലേക്ക് പുതുതായി ആളുകൾ കടന്നു വരുമ്പോ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അവർ നിസ്കാരത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ഉറക്കം പറയും. എന്താ നേരത്തെ പഠിപ്പിച്ച് ഓർമ്മിച്ചോ? സുബ്ഹാനല്ലാഹ് പ്രാവശ്യം പറയണം. പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കും. ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ കഴിയും. ഇത് ഖിയാമന്നാളായാലും ചെയ്യില്ല, പഠിപ്പിക്കുക. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കുറച്ച് ആൾക്കാർ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ അഞ്ചരക്കണ്ടി പള്ളിയിൽ പോയി അവർക്ക് ഇസ്ലാമും നിസ്കാരമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റും പഠിപ്പിച്ചു കൊടുക്കും. അപ്പോ ഇവിടുത്തെ ഇമാം എന്ത് ചെയ്യാണ്? 2-3 വക്ത് അല്ലെങ്കിൽ 2-3 ദിവസം ഉറക്കങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തത്. എന്തിനാ? മറന്നു പോകണ്ട. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം അത് അറിയിക്കാനാണ്. അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി, ഓർമ്മപ്പെടുത്താൻ, ഇഷാറത്താക്കുന്നതിന് വേണ്ടിയാണ് സ്വഹാബികൾ അത് ചെയ്തത്. അത് കഴിഞ്ഞാൽ തീർന്നു. എന്നാൽ നമ്മൾ സ്ഥിരമായി അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. സ്ത്രീകൾ ബാക്കിലുണ്ടെങ്കിൽ മാത്രം റസൂൽ അല്പം കൂടുതൽ അവിടെ ഇരിക്കുക. നമ്മുടെ നാട് പോലെ സ്ത്രീകൾക്കൊരു പറ വെച്ച് അതിന്റെ പിന്നിലായിരുന്നില്ല അന്നത്തെ കാലത്ത്. മുമ്പിൽ പുരുഷന്മാര്, പിന്നെ കുട്ടികൾ, അതിന്റെ പിന്നിൽ സ്ത്രീകൾ. അങ്ങനെയായിരുന്നു റസൂൽ മരിച്ചവരുടെ കാലഘട്ടത്തിൽ. തിരിച്ചവിടെ ഇരിക്കുമ്പോൾ സ്ത്രീകൾ വേഗം എഴുന്നേൽക്കണം. അവർ എഴുന്നേറ്റ് പോകാൻ എന്തെങ്കിലും അല്പ താമസം വന്നാൽ അതുവരെ ഹബീബ് അവിടെ എന്നിട്ട് എഴുന്നേറ്റ് മാറിയിരിക്കും. അപ്പോ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ഇങ്ങനെ ദിക്റുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നാം അവിടെ എത്തിയത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലുമുള്ള ദിക്റുകൾ അർത്ഥസഹിതം നമ്മൾ പഠിക്കണം. നമ്മുടെ കുട്ടികൾ പഠിക്കണം. ആ ദിക്റുകൾ പറഞ്ഞു കൊടുത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഏതേത് പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും ദിക്റുകൾ തന്നെയാണ്. രോഗം വന്നാൽ മരുന്ന് കുടിക്കണം. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. എല്ലാ രോഗത്തിനും അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം. നിഷിദ്ധം കൊണ്ട് ചികിത്സിക്കരുത്. അപ്പോൾ രോഗം വന്നാൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കണം. എന്നിട്ട് മരുന്ന് വാങ്ങണം, മരുന്ന് കഴിക്കണം. അതുകൊണ്ട് രോഗം മാറിക്കൊള്ളുന്നില്ല. ആ മരുന്ന് ഫലപ്രദമാക്കേണ്ടത് ആരാ? ആ തൗഫീഖ് നൽകേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല. മരുന്ന് കഴിച്ചാലും റബ്ബിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാ അദിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുമ്മ റബ്ബന്നാ ജനങ്ങളുടെ രക്ഷിതാവേ ഇശ്ഫി, നീ ശിഫ നൽകണം. അൻത ശാഫി, നീയാണ് ശിഫ നൽകുന്നത്. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല. ശിഫാഅൻ ലാ യുഗാദിറു സഖമ, അല്പവും ബാക്കിയാകാത്ത രൂപത്തിൽ നീ ശിഫ നൽകണമേ. ഇത് രോഗിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്, ഒരു ദിക്റാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ സൂറത്തുൽ ഇഖ്ലാസും ഫലഖുൻ നാസും ഓതി. എന്നിട്ട് റസൂലുള്ളാഹിയുടെ കയ്യിൽ ഊന്നി കൊടുത്തു. രോഗിയായ റസൂലുള്ള, അവശനായി കിടക്കുന്ന റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ഊന്നിയിട്ട് ആ കൈകൾ റസൂലിന്റെ കൈ കൊണ്ട് തടവി. എന്റെ കാര്യം? റസൂലുള്ളാഹിയുടെ കൈക്ക് പ്രത്യേകത. ആയിഷാ ബീവിന്റെ കയ്യിലേക്ക് ഊതിയിട്ടല്ല, റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ഊതിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പിന് പ്രത്യേകതയുണ്ട്, ശരീരത്തിന് പ്രത്യേകത. ഇതൊക്കെ സ്വഹീഹായ ഹദീസിലുണ്ട്. അതുകൊണ്ട് ആ കൈയോട് പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ആ വിയർപ്പിനോട് പ്രാർത്ഥിക്കണം അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ വെച്ച് മുടി കളയുമ്പോൾ ആ മുടിയിൽ നിന്ന് അല്പം എടുക്കാൻ വേണ്ടി സ്വഹാബത്താകും തിക്കും തിരക്കും കൂട്ടി റസൂലുള്ളാഹി മിക്ക അവിടെ എന്ന് പറഞ്ഞത് ഒരു ക്ലാസ് എടുത്തോ. ഈ മുടിന്റെ ഒരു പ്രാധാന്യമില്ല, ഇപ്പൊ ഇങ്ങനെ എടുക്കാൻ പാടില്ല, മുടിയില്ല, വഹയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് പ്രത്യേകതയുണ്ട്. അവരത് സൂക്ഷിച്ചു വെച്ചു. ചിലർ തങ്ങളുടെ കഫംകുഴയിൽ അത് വെച്ചിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു സ്വഹാബി ആ മുടി വെച്ച് മുടിയോട് പ്രാർത്ഥിച്ചോ? എന്തെങ്കിലും വല്ല വിഷമമുണ്ടെങ്കിൽ മുടി വെള്ളത്തിലിട്ടിട്ടാ വെള്ളെടുത്ത് കുടിച്ചോ? ആ മുടി സൂക്ഷിക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയോ? ആ മുടിക്ക് പ്രത്യേകത ഉണ്ടോ? നിന്റെ ഉള്ളിടത്ത് നിൽക്കുക, ഉള്ളതിനെ നിഷേധിക്കാൻ പാടില്ല, വഹീനെ നിഷേധിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഹബീബിന്റെ കയ്യിലൂതിയിട്ട് ആ കൈ കൊണ്ട് തടവി കൊടുത്തു. സ്വഹീഹായ ഒട്ടേറെ ഹദീസുകളിൽ നമുക്കത് കാണാം. അപ്പൊ അങ്ങനെ രോഗം വന്നാൽ, പ്രയാസം വന്നാൽ അവിടെയും നമ്മളുടെ മാർഗം എന്താ? റബ്ബിനോട് ആ വിഷയം പറയാം. കാരണം ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാകുന്നു. ഈമാൻ കാര്യത്തിൽ ആറാമത്തതായി നമ്മൾ ചൊല്ലിപ്പഠിച്ചതാണ് ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാണ്. അപ്പൊ ഖൈർ കിട്ടാൻ ആരോട് ചോദിക്കണം? ഷർറ് നീങ്ങാൻ ആരോട് പറയണം? റബ്ബിനോട് പറയണം. അതുകൊണ്ട് രോഗം അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്.
ആ രോഗം മാറ്റാൻ റബ്ബിനേ കഴിയൂ. അൻതശാഫി, നീയാണ് ശിഫ നൽകുന്നത്. ലാ ശിഫാവുക, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല. അതുകൊണ്ട് രോഗം വന്നാൽ ആ രോഗമാകുന്ന പരീക്ഷണം നൽകുന്ന റബ്ബിനോട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗം ഒരു ശിക്ഷയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നാം പറയേണ്ടി വരും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ശിക്ഷിച്ചു, നഊദുബില്ല. അങ്ങനെയല്ല. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പടച്ചവന് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടാണ് രോഗം കൊടുത്തിട്ട് പരീക്ഷിച്ചു ഉന്നതമായ പ്രതിഫലം പരലോകത്ത് കൊടുക്കാൻ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരൊറ്റ ഏറങ്ങോട്ട് കിട്ടി, പല്ലങ്ങോട്ട് പോയി ഉഹദിൽ. അള്ളാന്റെ റസൂലൊക്കെ ആയിട്ട് അവസാനം പല്ല് പൊട്ടിപ്പോയല്ലോ. അതെ, ആ പല്ല് പൊട്ടുക വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദന വമ്പിച്ച പ്രതിഫലമായി കൊടുക്കാൻ അള്ളാഹു തീരുമാനിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ ദുനിയാവിൽ പരീക്ഷിക്കപ്പെട്ടത് പ്രവാചകന്മാരാണ്. ഏറ്റവും ചില ആൾക്കാർ എന്തൊരു പരീക്ഷണം അത്. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ്. നിസ്കരിക്കാത്തവർക്കൊക്കെ ഭയങ്കര സുഖം, അവിടെ ഒരു പ്രശ്നമില്ല. അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി വെക്കുമ്പോൾ എനിക്ക് ആകെ പ്രശ്നം തന്നെ. നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് അത് പറയാൻ കാരണം അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി നേതൃത്വം കൊടുത്തല്ല അമ്പിയാക്കന്മാർ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കന്മാരാണ്. അൽഹംദുലില്ലാ, സമാധാനത്തിന്റെ വാക്കുകളല്ലേ മഹാനായ നബി കരീം സുലക്ഷണം പഠിപ്പിച്ചത്. അതുകൊണ്ട് ദുആയിലൂടെ, ദിക്റിലൂടെ, മന്ത്രത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക എന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്. എപ്പോഴെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മഹാനായ നബി കരീം സുലക്ഷണം രോഗ സന്ദർശനത്തിന് കൊടുത്ത പ്രാധാന്യം എത്രയാണ്. ഒരു ദിവസം രാവിലെ ഒരു വ്യക്തി ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ 70,000 മലക്കുകൾ, 70ഉം 700ഉം 7000ഉമല്ല, 70,000 മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ ദുആ. എന്താ ചെയ്തത്? ഒരു രോഗിയെ സന്ദർശിച്ചു. വൈകുന്നേര സന്ദർഭത്തിലാണ് രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ പ്രഭാതം വരെയും 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും അല്ലാഹു. അതുകൊണ്ട് രോഗ സന്ദർശനം ഓരെന്ത് വിചാരിക്കുന്ന വിചാരിച്ച് മാത്രമല്ല അവിടെ പോകേണ്ടത്. അവരെന്ത് വിചാരിച്ചോട്ടെ, വിചാരിക്കാതിരിക്കട്ടെ. രോഗിയുടെ വിവരം കിട്ടിയാൽ ഒരു ഫോൺ, എന്നാണ് അസുഖമാണ്, അപ്പം നോട്ട് ചെയ്തോളണം. മുമ്പിച്ച കൂലി കിട്ടാൻ പറ്റിയ കാര്യമാണ്. അയാൾക്ക് വേണ്ടി ദ്വാരക്കണം. ഞാനും രോഗിയായി കിടക്കാം. സന്തോഷത്തെക്കാളും പ്രധാനമാണ് സഹോദരങ്ങളെ വിഷമം ഉണ്ടാകുമ്പോൾ. കല്യാണത്തിന് പോയിട്ടില്ലെങ്കിലേക്കും വലിയ വിഷമ. ഒരു മരണം സംഭവിച്ചിട്ട് ഒരു രോഗിയായി കിടന്നിട്ട് ഒന്ന് അവിടെ പോയി ഇരുന്നാൽ മതി. എല്ലാവരും ഒപ്പുണ്ട്, എന്റെ കാര്യം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കെല്ലാവരും. അതൊരു മാനസിക പിന്തുണ കൊടുക്കലാണ്. വലിയ പ്രാധാന്യമാണ്. സഹാബാക്കള് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ 2 or 3 വക്തിൽ ഒരാളെ കണ്ടില്ലേ ചർച്ച ചെയ്യും. എവിടെ പോയി? അപ്പൊ ആരോ പറഞ്ഞ ചെറിയൊരു പനി, എല്ലാവരും കൂടി അങ്ങോട്ടാ, എല്ലാവരും കൂടി പനി കാണാൻ പോകും. ഇത് ദ്വാരം. ആ ഒരു വല്ലാത്ത ഹൃദയബന്ധം, ആ ഹൃദയബന്ധമാണ് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദുആയിലൂടെ, ദിക്റിലൂടെ ഉണ്ടാകുന്ന സ്നേഹത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, രോഗവും ചികിത്സയും ഒക്കെ നാം ചർച്ച ചെയ്യുമ്പോൾ നാട്ടിൽ പത്രങ്ങളിൽ, ചാനലുകളിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇതിനൊക്കെ കൃത്യവും വ്യക്തവുമായ, ഇനിയൊരു പുതിയ വിശദീകരണം ആവശ്യമില്ലാത്ത തരത്തിൽ ഇസ്ലാമിൽ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന വിനയമാണ് അത്തരം സന്ദർഭങ്ങളിൽ നാം കാണിക്കേണ്ടത്. രോഗം വന്നാൽ അതിന് ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിവുള്ളവരെ കാണിക്കണം. അത് ഇസ്ലാം നിർദ്ദേശിച്ച കാര്യമാണ്. എന്നാൽ കോഴിക്കോട് നിന്നും എടച്ചേരി എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തടുത്തുള്ള ഒരു മുസ്ലിം വനിതയുടെ അടുത്തേക്ക്, നജ്മയുടെ അടുത്തേക്ക് ഷമീമ എന്ന സ്ത്രീ വരാനുള്ള കാരണം എന്താണ്? അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. അവർ വിവാഹമോചിതയാണ്. വിവാഹമോചിതയായ അവർക്ക് 2ാം വിവാഹം എത്രയായിട്ടും ശരിയാവുകയില്ല. അപ്പോൾ എടച്ചേരിയിലേക്ക്, നജ്മയുടെ അടുത്തേക്ക് വന്നാൽ 2ാം വിവാഹം ശരിയാകും എന്ന് അവരുടെ വിശ്വാസം. നജ്മയുടെ അടുത്തേക്ക് അവർക്ക് വരാമായിരുന്നു. എങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മാരേജ് ബ്യൂറോ ഉണ്ട്.
ഇങ്ങനെ രണ്ടാം വിവാഹ ആഗ്രഹമുള്ള പുരുഷന്മാരും സ്ത്രീകളൊക്കെ അവിടെ പേരുണ്ട്. എന്നിട്ട് അതൊന്ന് അന്വേഷിച്ചിട്ട് ഏതാണ് മനസ്സിലാക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെ ഒരു ദല്ലാൽപ്പണി അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് രണ്ടും അവിടെ ഇല്ല. പിന്നെ എന്തിനാ അവിടെ വന്നത്? ഈ എടച്ചേരിയിലുള്ള കേന്ദ്രത്തിലുള്ള ആ സ്ത്രീക്ക് ഇതൊന്നും ഈ മാരേജ് ബ്യൂറോയും ദല്ലാൽപ്പണിയും ഒന്നുമില്ലാതെ ഒരു വിഷയവും ഇല്ലാതെ തന്നെ ഒരു ഭർത്താവിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഇസ്ലാമിൽ ഇബാദത്ത് പൊട്ടിമുളക്കുന്നത്. അവിടെ ആ സ്ത്രീയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് തകരാറ്. അഥവാ കാരണ ബന്ധമാണ്. നേരത്തെ പറഞ്ഞ മാരേജ് ബ്യൂറോയും ദല്ലാൽപ്പണിയും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വിഷയവുമില്ല. അതൊന്നുമില്ലാതെ വേറെന്തോ ഒരു കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ വിടയാ വരുന്നത്. ഇവർക്കതിന് കഴിയും. അതോടുകൂടി ആ സ്ത്രീയുടെ ലാ ഇലാഹ ഇല്ലല്ലയിൽ അബദ്ധം വന്നു. അതാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നത്. അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. അയുശ്രികൂന, അവർ പങ്കു ചേർക്കുകയാണോ? മാ ലാ യഖ്ലുഖു ശൈഅൻ, ഒന്നിനെയും സൃഷ്ടിക്കാത്ത, ഒരു വസ്തുവിനെയും സൃഷ്ടിക്കാത്ത ആൾക്കാരെ പങ്കുവെക്കുകയാണോ? വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന അല്ലാഹുവല്ലേ. ഈ നിങ്ങൾ ആരെടുത്ത് പോകുന്നു അവരൊക്കെ അള്ളാന്റെ പടപ്പുകളല്ലേ, സൃഷ്ടിക്കപ്പെട്ടവരല്ലേ. ഒരു സഹായവും ചെയ്യാൻ അവർക്ക് കഴിയില്ല. സ്വന്തത്തിന് പോലും. നെജുമ രണ്ടാം വിവാഹം പ്രതീക്ഷിക്കുന്ന ആളാണ്, ഇതുവരെ ശരിയായിട്ടില്ല. സ്വന്തം രണ്ടാം വിവാഹം ശരിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളെടുത്തേക്കാണ് വേറൊരാൾ അതിനു വേണ്ടി വരുന്നത്. എത്ര വ്യക്തമായ ആയത്തുകളും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും. അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങൾ നരകത്തിന്റെ കേന്ദ്രങ്ങളാണ്. അത് നമുക്ക് പറയാവുന്ന പേര് നരക കേന്ദ്രങ്ങൾ. ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങൾ. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇനിയോ എങ്ങനെയാണ് നെജ്മ ചികിത്സിക്കുന്നത്? അവിടെ ഒരു ജിന്നിനെ പ്രീതിപ്പെടുത്തുന്ന ചികിത്സയുണ്ട്. ജിന്നിനെ പ്രീതിപ്പെടുത്താൻ ഒരു ലിസ്റ്റ് കൊടുത്തു. ഹോമം നടത്തണം. ആ ഹോമം നടത്താനുള്ള ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ് മണ്ണെണ്ണ. മണ്ണെണ്ണ കിട്ടാത്തതുകൊണ്ട് പെട്രോൾ വാങ്ങി. ആ പെട്രോളിനാണ് തീപിടിച്ച് ഷമീമ തന്നെ ഇല്ലാതായി പോകുന്ന മരണത്തിലേക്ക് എത്താൻ കാരണമായി തീർന്ന തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ അവിടെ എന്താ? ജിന്നിനെ പ്രീതിപ്പെട്ട ജിന്ന് സേവ, ജിന്നിനെ പൂജിക്കുക, ജിന്നിനെ ആരാധിക്കുക. അതുകൊണ്ട് ആൾ ഇസ്ലാമെന്ന് പുറത്തു പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റിപ്പോയി, പാടില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരം ആളുകളുടെ അടുത്തേക്ക് ആൾക്കാർ പോകുന്നത് എന്തിനാ? ഞാൻ എന്നാ പിന്നെ മോനെ ഗൾഫ് പോകാൻ വിചാരിച്ചു, എന്നാ പോകേണ്ടത്? ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് പറയും വ്യാഴാഴ്ച തട്ടിവിടുകയാണ്. എന്നാ പിന്നെ വ്യാഴാഴ്ച പോകാം. എന്നാ മോളെ നിക്കാഹ് നടത്തേണ്ടത്? അത് തിങ്കളാഴ്ച. എന്നാ വീടിന് കുറ്റിയടിക്കേണ്ടത്? ഇതൊക്കെ വരാൻ പറഞ്ഞു കൊടുക്കുക. ഒരു ഭാവി അറിയുന്ന ആൾക്കാരെന്നാ ജനങ്ങളെ വിചാരം. ഭാവി അറിയുന്ന ആൾക്കാരാണ്. എന്നാൽ ഈ പെണ്ണിന്റെ സ്വന്തം ഭാവി ഓൾ അറിഞ്ഞോ? പെട്രോൾ പറഞ്ഞാൽ പെട്രോളിന് ഞാൻ ഓർഡർ ചെയ്താൽ അത് കൊണ്ടുവരും, അത് തീ പിടിക്കും. ആ വഴി പറഞ്ഞോ? എന്നിട്ട് വെളുത്ത് തീ പൊള്ളും, ഓൾ ആശുപത്രിയിലാവും, മരിച്ചു പോവും, പോലീസ് വരും, പിന്നെ അറസ്റ്റ് ചെയ്യും, അരി എണ്ണീറ്റ് റൊട്ടി നിന്ന് കിടക്കേണ്ടി വരും. ആ വൈബ് അറിയില്ല. അവനവന്റെ വൈബ് അറിയില്ല, വേറെന്താണ് വൈബൊക്കെ പറഞ്ഞത്. ഈ പൊട്ടപ്പോഴത്തെ മനുഷ്യന്മാർ പോകുന്നത് അവനവന് വരാൻ പോകുന്ന ഭാവി എന്താണ് എന്ന് സ്വയം അറിയാത്ത ആളുകളുടെ അടുത്തേക്കാണ് ആളുകൾ പോകുന്നത്. പിന്നെന്താ? നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോളി. ഇന്നൊരു സ്ഥലത്ത് അവര് പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. ഞാനും വിചാരിച്ചു നിങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെയാണെന്ന്. അവർ പറഞ്ഞത് ശരിയായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, ആൾക്കാർ പറയുന്നത് അവര് പറയുന്ന ചില കാര്യമൊക്കെ ശരിയാവുന്നുണ്ട് എന്നാണല്ലോ. ബുഖാരി മുസ്ലിം ഹദീസ്. അവർ പറഞ്ഞു ലൈസു ബിശൈഇൻ, അതൊന്നുമല്ല. അവർ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞല്ലോ, അതൊന്നുമല്ല. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുമായി സംസാരിക്കുമ്പോൾ അത് വരും കട്ട് കേൾക്കും ജിന്നുകൾ. അപ്പൊ അവരെ വായിപ്പിക്കും, എന്നിട്ട് വായിപ്പിക്കും. അപ്പൊ ആ കട്ട് കേട്ടപ്പോൾ ഏതെങ്കിലും ഒരു വിവരമൊക്കെ കിട്ടും. ആ ഒരു ഒറ്റ വിവരം ശരിയായിരിക്കും. ആ വിവരത്തോട് 100 കളവുകൾ ചേർത്തിട്ട് കോഴി പോലെ കൂട്ടി കൊടുക്കും. അപ്പൊ ഇവര് പറയും ഏതെങ്കിലും ഒക്കെ ശരിയാവും. അതിൽ ഈ സൂവിശേഷം ഒന്നുമല്ല. ഏതുപോലെ ചില ആൾക്കാർ ഏജന്റുമാരുണ്ടാവും.
എന്നിട്ട് പറയും ഇന്നാൾ വരുന്നുണ്ട് മൂപ്പരെ പേരുണ്ടാവും. നിങ്ങള് പിന്നെ അഞ്ചരക്കണ്ടിന്നല്ലേ വീട്, ചോനെ ഞാൻ അഞ്ചരക്കണ്ടിന്നല്ലേ പറഞ്ഞത്, എന്റെ പേരല്ലേ പറഞ്ഞത്. ഭയങ്കരം തന്നെ. ഏജന്റുമാർ പറഞ്ഞു കൊടുത്തായിരിക്കും. ഇതുപോലെ ജിന്നയുടെ കൂട്ടത്തിൽ ചില ഏജന്റുമാരുണ്ടാവും. അവർക്ക് അള്ള നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ച് അവർ കിട്ടുന്ന വിവരങ്ങൾ ഉണ്ടാവും. അപ്പോ അതിലൊന്നും ഒരു ഏജന്റുമാരിൽ എന്നിട്ടും പറഞ്ഞല്ലോ, അത് പിന്നെ മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ ഏർപ്പാടാണ്. ബുഖാരി മുസ്ലിം ഹദീസാ. ഇതെന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഹദീസ് അന്ധവിശ്വാസമാണോ? അല്ല. ഈ ഹദീസ് അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. എന്താ കാര്യം? ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നിങ്ങൾ ഒരു വാർത്താൻ എനിക്ക് കേൾക്കണ്ട, ഇന്ന ആള് പറഞ്ഞ ശരിയല്ലോ, എടോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമാണ്, ജിന്നുകളുടെ കൂട്ടത്തിലുള്ള പിശാചിക്ക് ഇങ്ങനെ ഏർപ്പാടുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം ശരിയായിട്ട് ശരിയായിട്ട് മുഴുവനും വേണ്ട, അല്ലാഹുവിന്റെ റസൂൽ പിന്നോം പോവില്ല. അല്ലേ പറയും അങ്ങനൊക്കെ ഒരു പണ്ട് പക്ഷെ ശരിയായല്ലോ. ഇബ്ലീസ് വസ്വാസം ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ എന്ത് വേണം? ഹദീസുകളിൽ വന്നത്, ആയത്തുകളിൽ വന്നത് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ. അതുപോലെ ജിന്ന്, പിശാചുക്കൾ മനുഷ്യന്റെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുക മാത്രമല്ല അവരുടെ പ്രവർത്തനം. അത് മാത്രമാണ് എന്ന ധാരണ ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലെ 275-ാമത്തെ ആയത്തിൽ പലിശ തിന്നുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. പലിശ തിന്നുന്നവർ, മറിഞ്ഞു വീഴുന്നവർ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല. പലിശ തിന്നുന്നവർ മറിഞ്ഞു വീഴുന്നത് പോലെ മറിഞ്ഞു വീഴുന്ന അവസ്ഥ, ജിന്നുബാധ മൂലം മറിഞ്ഞു വീഴുന്നവർ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല. 2-ാം അധ്യായത്തിലെ 275-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇബ്നു ജരീർ അടക്കമുള്ള പ്രാമാണികരായ തഫ്സീറുകളിൽ മുഴുവനും വ്യക്തമായി പറഞ്ഞു, ജിന്നുബാധയുണ്ടാകും എന്ന് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാം. കേരളത്തിലും 2011 വിവാദം ശക്തിപ്പെട്ടപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ആയത്ത് തന്നെ ഉദ്ധരിച്ച് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഒരു പുസ്തകം വിതരണം ചെയ്തു. അതിൽ പറഞ്ഞു, ഇന്നെന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ജിന്നുബാധയുണ്ട്, സിഹ്റുബാധയുണ്ട്. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. സ്ഥിരപ്പെട്ട കാര്യം സ്ഥിരപ്പെട്ടതുപോലെ പഠിപ്പിച്ചു കൊടുക്കുക. അത്തരം ഒരു പരീക്ഷണം ഒരു മനുഷ്യന് ഉണ്ടായാൽ എന്ത് ചെയ്യണം? അവിടെ 2 മാർഗമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത മാർഗത്തിന്റെ പേര് നശ്വ എന്നായിരുന്നു. അഥവാ ഇബ്ലീസിനെ പ്രീതിപ്പെടുത്തുക, പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. പിശാചിന് ഭയങ്കര സന്തോഷം, അപ്പൊ അവരങ്ങ് മാറിക്കൊടുക്കും. അല്ലെങ്കിൽ ഈ സുദൂരിന പിശാച് മനുഷ്യന്റെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കും, മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസം ഉണ്ടാക്കും. ഹൃദയം ശരീരത്തിന് പുറത്തല്ല, അകത്താണ്. ബുഖാരി ഹദീസ്, പിശാച് മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കും. രക്തം ശരീരത്തിന്റെ അകത്താണ്, പുറത്തല്ല. ഉള്ളിൽ കയറുന്നത് സംശയമൊന്നുമില്ലല്ലോ, രക്തം പുറത്തല്ലല്ലോ, അകത്തല്ലേ. അപ്പോ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ് പിശാച്. അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ വേറൊരു തെളിവ് ആവശ്യമില്ല. ഖുർആനും ഹദീസും വ്യക്തമായി പറഞ്ഞതാണ്. അങ്ങനെ വല്ല പരീക്ഷണവും ഒരു മനുഷ്യന് വന്നാൽ, പിശാച് ബാധ വന്നാൽ മനസ്സിലാക്കാൻ എന്താ മാർഗം? സിഹ്റുബാധ വന്നാൽ മനസ്സിലാക്കാൻ എന്താ മാർഗം? നമുക്ക് വഹിയില്ലല്ലോ, വഹിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഉണ്ടായിരുന്നു, സംഗതി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണ്. ഉദാഹരണമായി ഒരു രോഗം വന്നു, ആ രോഗത്തിനെതിരെ കാണിക്കാൻ ഒരു ഡോക്ടറെയും മാറ്റില്ല, എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും കാണിച്ചു. അവസാനം പറഞ്ഞു, നമ്മുടെ എല്ലാ പരിധികളും നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ ചില ചികിത്സകളൊക്കെ, ഡോക്ടർ ഇങ്ങോട്ട് വരാം. അപ്പൊ ആ വണ്ടി നേരെ മക്കാമിലേക്ക് പോകരുത്, അപ്പോൾ ആ വണ്ടി ജ്യോത്സ്യന്റെ അടുത്ത് പോകരുത്, അപ്പോൾ ആ വണ്ടി തങ്ങളുടെ അടുത്തും ദേവിന്റെ അടുത്തും ദീവിന്റെ അടുത്തും പോകരുത്. അപ്പൊ ഒരു പരിഹാരം അവിടെ ഉണ്ട്. ആ പരിഹാരം എന്താണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർക്ക് സിഹ്റാകുന്ന പരീക്ഷണം വന്നാൽ എന്ത് ചെയ്യണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സിഹ്ർ ബാധിപ്പിച്ചു. റസൂലിന്റെ അയോഗ്യതയല്ല, മാതൃകയാണ് റസൂലുള്ള. അങ്ങനെ വല്ല പരീക്ഷണവും വന്നാൽ എന്ത് ചെയ്യണം? 2 മലക്ക് വന്നു, തലഭാഗത്തും കാൽഭാഗത്തും. മലക്കിൽ തമ്മിൽ സംസാരിച്ചു, ഇന്നാളാണ് ചെയ്തത്, ഇന്ന കിണറ്റിലാണ് സാധനങ്ങൾ പോയിരിക്കും, അവിടെ തന്നെ സൂറത്തിൽ ഫലക്കും നാസും മോദി അള്ളാഹു ഇത് വായിച്ചു. അമാന്റെ തഫ്സീറിൽ നോക്കി വ്യക്തമായി കാണാം സൂറത്തിൽ ഫലക്കിന്റെയും നാസിന്റെയും അവതരണ പശ്ചാത്തലം. തീർന്നു. അതെന്തിനാ പഠിപ്പിച്ചത്? സത്യവിശ്വാസികളിൽപ്പെട്ട ആർക്കെങ്കിലും സിഹ്റുബാധ എന്ന പരീക്ഷണം വന്നാൽ അവർ ചെയ്യേണ്ടത് സിഹ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇബ്ലീസിനെതിരെ പടച്ചവനോട് പരാതി പറയുകയാണ്.
അതാ ചെയ്യേണ്ടത്. അതല്ലാതെ ഇബ്ലീസിനെ പ്രേരിപ്പിച്ച ചില ആൾക്കാർ പറയും ഭയങ്കര പൂക്കും കുഴിയായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി അജ്മീറിൽ കൊണ്ടുപോയി, സംഗതി മാറി, നിങ്ങളൊക്കെ വെറുതെ പറയാം പൂക്കോട്ട് മാറൂല. ഇബ്ലീസിന് എന്തൊരു സന്തോഷമെന്നറിയോ, അവിടെ പോയി ഓനങ്ങ് മാറിക്കൊടുത്ത് അപ്പൊ ഇപ്പൊ പോയ മനുഷ്യന്മാരൊക്കെ നരകത്തിൽ വീണ് വിശ്വസിക്കുന്ന ഒരു ആദ്യം പറയുമ്പോഴൊന്നുമില്ല, ഞങ്ങൾ അജ്മീറിൽ പോയി മാറിപ്പോയി, അപ്പൊ ഓരോ വീട്ടിൽ എന്ത് പ്രശ്നമില്ല, എല്ലാവരും അജ്മീറിലെ കണ്ടുപോകും. അതാ ഇബ്ലീസിന്റെ ലക്ഷ്യം. അപ്പൊ ഇബ്ലീസ് അങ്ങനെയും മാറിപ്പോകും, ഖുർആൻ കൊണ്ട് മാറിപ്പോകും. പ്രഭാത സന്ദർഭങ്ങളിൽ വീട്ടിൽ ഖുർആൻ ഓതിയാൽ പിശാച് വിരണ്ടോടും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അതിനാണ് റുഖിയ്യ ശർഇയ്യ, ശർഇൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ. സൂറത്തുൽ ബഖറ, അതേപോലെ ഫലഖ്, നാസ് പോലെയുള്ള സൂറത്തുകൾ ഓതി കൊടുക്കുക. ഇനി പിശാച് ബാധ അല്ലാന്ന് കരുതുക, എന്താ സൈഡ് എഫക്ട്? ഖുർആനോട് ഇതാ വിചാരിക്കുക, ഖുർആനല്ലേ ഓതുന്നത്, ഹദീസല്ലേ ഓതുന്നത്. അതുകൊണ്ടാണ് മഹാനായ KM മൗലവി 1924 നാട്ടില് ആകെ ഈ ഹോമവും ഷീറ് ചെയ്യലും ഈ ഇമാതിരി അന്ധവിശ്വാസം കത്തി നിൽക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ തങ്ങന്മാർക്കും ദേവന്മാർക്കും പോവുക. ആ സന്ദർഭത്തിൽ അന്ന് അതെല്ലാം ശിർക്കാണ് എന്ന് പഠിപ്പിച്ച KM മൗലവി ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വിചാരിക്കണ്ട. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മാരണമോ പിശാചുബാധയോ, അടുത്ത വാചകം കേട്ടോളൂ, ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. ഏറ്റു നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, വഹയില്ല. ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ ട്രീറ്റ്മെന്റ്, ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. ജിന്ന് ചികിത്സ അന്ധവിശ്വാസം, പടച്ചോനെ സൂക്ഷിച്ചോളണം. സഹാബികളിൽ ഒരാൾക്ക് ഉണ്ടായപ്പോൾ റസൂൽ ചികിത്സിച്ചു കൊടുത്തു, സഹാബ ചികിത്സിച്ചു എത്ര. എന്നാൽ ജിന്ന് ചികിത്സക്കൊരു കേന്ദ്രം വേണ്ട. സലഫി ലോകം കൃത്യവും വ്യക്തമായി പറയും, അത് പ്രത്യേകമായ ഒരു കേന്ദ്രം ഉണ്ടാക്കൽ ഹൈറല്ല, അത് വേണ്ട. എല്ലാവരും ചെയ്തു കൊടുക്കേണ്ട, എല്ലാവരും പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നിഷേധിച്ചാൽ അന്ധവിശ്വാസം കൂടും. ചാനലിൽ പോയിട്ട് വലിയ വലിയ സ്ഥാനത്തെത്തിയ ആൾക്കാർ പറയുക ജിന്ന് ബാധ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്, ഖുർആനിനെതിരാണ്. ഖുർആനിനെ തള്ളാനാണോ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ലയനത്തിലൂടെ എത്തിച്ചേരുന്നത്? എന്നിട്ട് ആ സ്ഥാനം ഉപയോഗിച്ച് ചാനലിൽ പോയിട്ട് ജിന്നുബാധ അന്ധവിശ്വാസമാകുന്നു. അതിനാണോ സഹോദരങ്ങളെ ഒരു മഹത്തായ കൂട്ടായ്മ സംസ്ഥാനത്ത് വളർന്നു വന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ നെല്ലും പതിരും വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കുക. സിഹറുബാധയുണ്ട്, സിഹർ ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല, പകരം ചെയ്യാൻ പാടില്ല. സിഹർ മഹാപാപമാണ്. എന്നാൽ സിഹർ തന്നെ ഇല്ല എന്ന് പറയരുത്. അങ്ങനെ ഉണ്ടെന്ന് തോന്നിയാൽ പേടിക്കണ്ട, റബ്ബിനോട് ദുആ ചെയ്താൽ മതി, റുഖിയ്യ ശർഇയ്യ ചെയ്താൽ മതി. അത് വ്യക്തമാണ്, തീർന്നു അവിടെ വിഷയം. അത്രയേ ഉള്ളൂ. നിഷേധിക്കരുത്. നിഷേധിച്ചാൽ ഖുർആൻ നിഷേധമാകും, ഹദീസ് നിഷേധമാകും. അത് രണ്ടും പാടില്ല. എന്നാൽ ഇന്ന് നടക്കുന്ന ഈ കേന്ദ്രങ്ങളെല്ലാം റുഖിയ്യ ശിർക്കിയ്യാണ്. ഒരാൾക്കാർ പറയും, പിടിച്ചാ പറയും അത് പിന്നെ ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പം മഹജാർ പറയും അത് ഡ്യൂപ്ലിയാണ്. പിന്നെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റ് ഇറക്കി നമ്മൾ പറയുന്നു മൊത്തം ഡ്യൂപ്ലിയാണ്, ഒറ്റൊന്നും ഒറിജിനലില്ല, ഒന്നുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും ഒരു ചികിത്സ ആർക്കെങ്കിലും ഇങ്ങനെ മണ്ണെണ്ണയും ഹോമവും നടത്തിച്ച് ഹോമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇസ്ലാമല്ലാന്ന് ഉറപ്പല്ലേ? എന്നിട്ട് എന്താ പരിപാടി എന്നറിയോ? ഇവിടുത്തെ ദേവിന്റെ അടുത്ത് ശരിയായില്ല, ദീവിന്റെ അടുത്ത് പോകും. ദീവിന്റെ അടുത്ത് ശരിയായില്ലെങ്കിൽ ദേവിന്റെ അടുത്ത് ബിസിനസ്സാണ്. അവിടെ അതൊന്നും പ്രശ്നമല്ല. ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ഒറ്റ ജാറും ആക്രമിക്കപ്പെട്ടില്ല. അത് വേറെ ഏർപ്പാടാണ്. രണ്ട് സ്ഥലത്തും ആരാധിക്കുന്നത് പടച്ചോനല്ല. പള്ളി മാത്രമേ പോലീസുകാരാ സുരക്ഷ, പള്ളിക്ക് മാത്രം. ഓർമ്മല്ലേ 2092 ഡിസംബർ 6 പള്ളികൾക്ക് മാത്രമേ കാവലുള്ളൂ. ഒരൊറ്റ ജാറത്തിനും കാവല് വേണ്ടി വന്നില്ല. അത് അവിടെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷേ അള്ളാഹ് മാത്രം ദ്വാരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാദങ്ങൾ വരുമ്പോൾ അതിനെന്തെങ്കിലും വിവരക്കേടുകൾ പറയുകയല്ല. ആ വിഷയത്തിൽ ഖുർആൻ എന്താ പഠിപ്പിച്ചത്, ഹദീസ് എന്താ പഠിപ്പിച്ചത്, അവിടെ നമ്മൾ നിൽക്കുക. ആ ഏർപ്പാടുമായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ കുട്ടിക്കൊരു പനി വന്നു, നട്ടപ്പാതിരിക്കും പനി കൊണ്ടിങ്ങനെ വറക്കുകയാണ്. അപ്പൊ റുഖിയ്യ ശർഇയ്യുണ്ട്. മടി കിടത്തുക, ഫലക്കുന്നാസ് ഓതുക, ഊതിക്കൊടുക്കുക, തടവി കൊടുക്കുക. അതാണ് റുഖിയ്യ ശർഇയ്യ.
എന്നാൽ വിഭ്രാന്തി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ജിന്നുബാധ മൂലം ഉണ്ടാകുമെന്നത് ലോകത്ത് അന്വേഷിച്ചത് തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോൾ നമ്മുടെ കൃത്യമായി ധാരാളം സമയം ഖുർആൻ ഓതി കൊണ്ടുവേണ്ടി വരും. അതിന് പ്രത്യേക പരിശീലനങ്ങൾ നടക്കേണ്ട കാര്യമില്ല, പ്രത്യേക കേന്ദ്രം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ അതുകൊണ്ട് ഉള്ളതുപോലെ മനസ്സിലാക്കുക. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരാനുള്ള കാരണത്തെ തടയാം. ആ കാരണം എന്താ? എന്തോ പ്രത്യേക ഒരു കഴിവില്ല. അള്ളാഹ്ക്ക് മാത്രമേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രം. ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യനുമില്ല, ഒരാൾക്കില്ല. അത് പടച്ചോട് മാത്രം. ഹദീസിലുള്ളത് നിഷേധിച്ചാൽ നിങ്ങൾക്ക് ഇല്ലല്ലോ, തിരുവാതല്ലല്ലോ, തിരുവാതല്ലല്ലോ, ഒറ്റത് വാദിച്ചതാണ്. ഞങ്ങൾ വെക്കി, ഞങ്ങൾ വോട്ടേജ് പറയും, വണ്ടി അങ്ങോട്ട് വീണ്ടും ചാർജിലേക്ക്. അപ്പൊ ഹദീസ് നിഷേധവും അന്ധവിശ്വാസത്തിന് കാരണമായി തീരും. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പരിഹാരമില്ലാത്ത വിഷയങ്ങൾ, ആ പരിഹാരങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കി എല്ലാവരുടെയും ജീവിതത്തിൽ നിത്യമായി ദിക്റും ദുആയും ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കലും ഖുർആൻ ഓത്തും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ഉണ്ടായി ദിക്റോട് കൂടിയ ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അവൻ നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സമൂഹത്തിൽ ഭിന്നിപ്പുകൾ വ്യാപിക്കുമ്പോൾ അഹ്ലുസുന്നയോടൊപ്പം ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ കലിമത്ത് ഉന്നതമാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹ് ശിഫ നൽകുമാറാകട്ടെ. അതിൽ മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.